ടോക്ക് ഓണിൽ ഭാഷയും നിർമ്മിത ബുദ്ധിയും എന്ന വിഷയത്തിൽ ഡോക്ടർ സോമനാഥൻ പി സംസാരിക്കുന്നതിന്റെ രണ്ടാം ഭാഗം കേൾക്കാം. അവതരണം ഗോഡ്വിൻ ഫ്രാൻസിസ്. നമ്മുടെ ജ്ഞാനോൽപാദന മേഖലകൾ നോക്കുകയാണെങ്കിൽ, ഇപ്പം ഞാൻ ഒരു ഗവേഷകനാണ്, താങ്കളൊരു റിസർച്ച് ഗൈഡാണ്. ChatGPT പോലെയുള്ള സങ്കേതങ്ങളുടെ ഒരു വരവിൻ്റെ കാലഘട്ടമാണ്. എങ്ങനെയാണ് ഒരു ഗവേഷണ രംഗത്ത് അല്ലെങ്കിൽ ഈ ജ്ഞാനോൽപാദന മേഖലയിൽ ഈ ഒരു AI-യുടെ സ്വാധീനം, അത് നേരത്തെ പറഞ്ഞ ക്രിയേറ്റിവിറ്റി, സർഗാത്മകത എന്നതിനെയൊക്കെ ആശ്രയിച്ചിരിക്കുന്നു. എങ്ങനെയാണ് ഈ ഒരു മേഖലയെ AI സ്വാധീനിക്കുന്നത്? അതൊരു രസമുള്ള ക്വസ്റ്റ്യനാണ്. കാര്യം എന്ന് വെച്ചാൽ ഉപയോഗിക്കുന്ന വാക്ക് ജ്ഞാനോൽപാദനം എന്നാണ്. പ്രൊഡക്ഷൻ, അതായത് ഓൾറെഡി നിലവിലില്ലാത്ത ഒന്നിനെ നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ AI-ക്ക് നിലവിലില്ലാത്ത ഒന്നിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ നിലയ്ക്ക് ജ്ഞാനോൽപാദനം എന്നുള്ളത് ആ വാക്കിൻ്റെ സൂക്ഷ്മാർത്ഥത്തിലാണെങ്കിൽ നമ്മൾ നടത്തുന്ന ഗവേഷണമൊക്കെ ജ്ഞാനോൽപാദനം എന്നുള്ള വേറൊരു ക്വസ്റ്റ്യനാണ്. നമ്മളതിനെ അഡ്രസ്സ് ചെയ്യേണ്ടതാണ്. ബേസിക്കലി എനിക്ക് AI ഇത് പറഞ്ഞു തരും. അതിൻ്റെ അർത്ഥം ഗവേഷകന് AI ആണെന്നാണ്. അത് എൻ്റെ ഈഗോയുടെയും കൂടി പ്രശ്നമാണ്. ഞാൻ കോപ്പി ചെയ്യുന്നത് ഇപ്പം പ്ലേജറിസം എന്ന് പറയുന്നതിനകത്ത് പ്ലേജറിസം ഒരു ക്രിമിനൽ കുറ്റം പോലെ എടുത്തിട്ട് നിങ്ങൾ ഗവേഷണത്തിൽ അതിനകത്ത് ഇത്ര പെർസെൻറ്റേജ് കൂടിയാൽ നിങ്ങളുടെ തെസീസ് തള്ളിക്കളയാം എന്ന് പറയുന്നു. അത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയെടുക്കുന്ന, ഭരണകൂടം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സംവിധാനമാണ്. മറിച്ച് വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഗവേഷകൻ അല്ലെങ്കിൽ ഗവേഷകയ്ക്കുള്ളൊരു പ്രശ്നമില്ലേ. ഞാൻ പുതുതായിട്ട് പറയുന്നതൊക്കെയും പ്രോംപ്റ്റ് ചെയ്യപ്പെട്ടതാണ് എന്ന് വരാമെങ്കിൽ ഗവേഷണത്തിൽ ഇടപെടും. ഞാൻ വിചാരിക്കുന്നത് ഗവേഷണം അതല്ല, അത് ഉൽപ്പാദനമാണ്. ആ ഉൽപ്പാദനത്തെ സംബന്ധിച്ച് AI നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു ഫിസിക്കൽ ലൈബ്രറിയിൽ പോയിട്ട് നമ്മളൊരു പ്രത്യേക വിവരം ഈ പുസ്തകങ്ങളിൽ എവിടെയാണ് എന്നുള്ളത് സെർച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് അതിനു വേണ്ടി എടുക്കേണ്ടി വരുന്ന സമയം, അതിൽ നിന്ന് നമ്മുടെ ഡൈവേർട്ട് ചെയ്തു പോലെ ശ്രദ്ധ. നമ്മളൊരു പുസ്തകം എടുത്താൽ നമ്മൾ വിചാരിക്കുന്ന അതിലേക്ക് പോകാം, പക്ഷേ അതിനു മുമ്പ് ഉള്ളടക്കത്തിൽ കാണുന്ന വേറൊരു വാക്ക് ചിലപ്പോൾ നമ്മളെ അതിലേക്ക് നയിച്ചേക്കും, അല്ലെങ്കിൽ വേറൊരു പുസ്തകത്തിലേക്ക് നയിച്ചേക്കും. അതും പോസിറ്റീവാണ്. പക്ഷേ നമ്മൾ വളരെ പിൻ പോയിന്റ് ടാർഗറ്റിലുള്ള ഒന്നിലാണ് അന്വേഷിക്കുന്നതെങ്കിൽ അത് നമ്മളെ ഡൈവേർട്ട് ചെയ്യുന്നു എന്ന് പറയാം. അങ്ങനെ ഡൈവേർട്ട് ചെയ്യുന്നത് ഒഴിവാക്കാൻ ഒരു പക്ഷേ AI-ക്ക് പറ്റും. ഇപ്പോൾ അതിൻ്റെ കോർപ്പസ് അത്രയ്ക്ക് ഉണ്ടെങ്കിൽ, ഇപ്പോൾ മലയാളത്തിനെ സംബന്ധിച്ച് നമുക്കത് അത്ര ഉപകാരപ്പെടില്ല. കാരണം ഇതൊക്കെ ഡിജിറ്റലി അവൈലബിൾ അല്ല. ഇതുവരെ ഉണ്ടായിരുന്ന എഴുത്തുകൾ മുഴുവൻ ഡിജിറ്റലി അവൈലബിൾ അല്ല. അതുകൊണ്ട് സെർച്ചിന് പരിമിതിയുണ്ട്. പക്ഷേ ഡിജിറ്റൽ ലോകം തുടങ്ങിയിട്ടും കുറേ ആയല്ലോ. അപ്പോൾ ഏറ്റവും പുതിയ അറിവുകളെ സംബന്ധിച്ച് അത് കിട്ടുമായിരിക്കും. അപ്പം നിങ്ങൾക്ക് ആ കാര്യങ്ങൾ, അപ്പം ഗവേഷകൻ എന്ന് പറയുന്നത് അയാൾ കളക്ട് ചെയ്യുന്ന ഡാറ്റയാണോ? ഡാറ്റ അയാളുടെ ടൂളാണ്. ഈ ഡാറ്റയെ അയാൾ എങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നു, ആ പ്രോസസ്സിൽ നിന്ന് അയാൾ എന്ത് ആർഗ്യുമെൻറ്റ്സിലൂടെ മുന്നോട്ട് പോകുന്നു, എന്തൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. അങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോഴാണല്ലോ ഈ പറഞ്ഞ ജ്ഞാനോൽപാദനം നടക്കുന്നത്. അപ്പോൾ ജ്ഞാനോൽപാദനം എന്ന് പറയുന്നത് ഗവേഷകൻ്റെ തന്നെയാണ്. പക്ഷേ അതുവരെയുള്ള ഡാറ്റ മുഴുവൻ കളക്ട് ചെയ്യുന്നതും പ്രോസസ്സ് ചെയ്യുന്നതും, ഇപ്പോൾ പഴയ കാലത്ത് നമ്മൾ ഈ ടാലി മാർക്ക് വെച്ചിട്ട് ടാബുലേറ്റ് ചെയ്തിട്ട് ഒരു ന്യൂമറിക്കൽ ഡാറ്റയെ എന്നിട്ട് ഗ്രാഫായിട്ട് നമ്മൾ ഗ്രാഫിൽ വരയ്ക്കും. ഇന്ന് നമ്മൾ ന്യൂമർ കൊടുത്താൽ കമ്പ്യൂട്ടർ അതിൻ്റെ ഗ്രാഫ് നമുക്ക് ഇട്ട് തരും. ചിലപ്പോൾ ആ ഡാറ്റ തന്നെ അത് കളക്ട് ചെയ്ത് തരും, എന്നിട്ട് ഗ്രാഫ് തന്നെ നമുക്ക് തരും. അപ്പോൾ ആ ഗ്രാഫാണ് നമ്മുടെ ഫൈൻഡ് ഔട്ട് എങ്കിൽ അത് മതിയാവില്ല. ഇനി മുമ്പ് ചിലപ്പോൾ അത് മതിയാകും. അപ്പോൾ ആ നില അത് ജ്ഞാനോൽപാദനമായിട്ട് ഇനി കൂട്ടാൻ പറ്റില്ല. നിങ്ങൾ ആ ഗ്രാഫിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അത് നമ്മുടെ മാത്രം പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ജ്ഞാനോൽപാദനം എന്നുള്ളത് ആസ് സച്ച് ആണ് എങ്കിൽ AI നമുക്ക് സഹായിയായിട്ട് നിൽക്കും, വളരെ വലിയ സഹായിയായിട്ട് നിൽക്കും. കാര്യം വെച്ചാൽ ഇപ്പം 5 വർഷം 4 വർഷം എന്നൊക്കെ പറയുന്ന രീതിയിൽ നമ്മൾ എടുക്കുന്ന ഒരു ടോപ്പിക്കിൻ്റെ ഒരു ഏരിയ ഒക്കെ വെച്ചിട്ടേ അത് ചിലപ്പോൾ 2 വർഷം കൊണ്ട് തീർക്കാൻ പറ്റുമായിരിക്കും. അതായത് ഇത്രയും ഇപ്പം നമ്മളുടെ ആദ്യത്തെ 1-2 വർഷത്തെ ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്ന മുഴുവൻ കാര്യങ്ങളും നമുക്ക് ഇത്ര ഫാസ്റ്റാക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് നമ്മളെ യൂണിവേഴ്സിറ്റിൻ്റെ റൂള് നമ്മൾ മാറ്റണം. കാരണം 3 വർഷം വരെ കാത്തിരിക്കേണ്ടതില്ല, 1.5 വർഷം കൊണ്ട് കൊടുക്കാം. കാരണം ഫെസിലിറ്റി ഉണ്ട് എന്നുള്ള നിലയ്ക്ക് ആ നിലയിൽ അത് സഹായിക്കും. പക്ഷേ നിങ്ങൾ അതിന് സറണ്ടർ ചെയ്താൽ, അതായത് ബേസിക്കലി ഉള്ള പ്രശ്നം എനിക്ക് തോന്നുന്നതേ ഈഗോയേക്കാൾ ആത്മവിശ്വാസം എന്ന് പറഞ്ഞിട്ട് വരും. എൻ്റെ ഒരു കോൺഫിഡൻസ്, എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണ് എന്നുള്ള വിശ്വാസം.
ആ വിശ്വാസം നഷ്ടപ്പെടുന്നിടത്താണ് നിങ്ങൾ ഇതുപോലുള്ള മറ്റ് പരസഹായത്തിലേക്ക്, ഇപ്പം വലിയ വിവാദം ഉണ്ടായല്ലോ, ഒരു തീസിസ് എഴുതി കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ എഴുതി കൊടുത്തു എന്ന് പറയുന്ന ആൾക്ക് കേമം തോന്നുകയാണ്. അത് എഴുതി കൊടുക്കപ്പെട്ട ആൾ ആരാണോ വാങ്ങിയത് അയാളുടെ രീതി എന്താണ്, അയാൾ എന്താണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഒരാളെടുത്ത് പോകുന്നുണ്ടെങ്കിൽ അയാൾക്ക് ആത്മവിശ്വാസമില്ല. അപ്പോൾ ഈ ആത്മവിശ്വാസം വളരെ പ്രധാനമാണ്. കാര്യം വെച്ചാൽ ഇതൊരു ഇൻ്റലക്ച്വലി നമുക്കതിനെ ബ്രേക്ക് ചെയ്ത് പോകാൻ പറ്റണം. നിലവിലുള്ളതിനെ തുടരുകയല്ലല്ലോ ഗവേഷണം. ഗവേഷണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിലവിലുള്ളതിനെ ബ്രേക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകണം. അവിടെ കോൺഫിഡൻസ് വളരെ പ്രധാനമാണ്. അപ്പോൾ ആ കോൺഫിഡൻസ് ഉള്ള ഒരാളെ സംബന്ധിച്ച് അയാളുടെ സഹായിയായി നിൽക്കൂ. അതേസമയത്ത് ആ കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഇയാൾ യുടെ സഹായിയായിട്ടേ നിൽക്കുള്ളൂ. അതിന് സാധ്യതകളുണ്ട്. കാര്യം ചില നമ്മുടെ സൊസൈറ്റിയെ നമുക്ക് കാണാമല്ലോ. അപ്പോൾ അതിനകത്ത് അങ്ങനത്തെ കാര്യങ്ങൾ സംഭവിക്കാം. ഓക്കെ സർ, അടുത്തതായി നമ്മളെല്ലാവരും ഒരു സത്യാനന്തര കാലത്തിലാണ് എന്ന് പറയാം. അതായത് ഇപ്പം ഗസാക്കിലെ മുല്ലാക്ക പറയുന്ന പോലെ സത്യം പലത്. ഇത്തരത്തിലുള്ള സത്യം അല്ലെങ്കിൽ യുക്തി എന്ന് പറയുന്ന ഈ ഒരു ഗ്രാൻഡ് നറേറ്റീവുകൾ എങ്ങനെയാണ് ഈ നിർമ്മിത ബുദ്ധി പ്രോസസ്സ് ചെയ്യുന്നത്? സത്യം അതൊരു വല്ലാത്തൊരു ക്വസ്റ്റ്യനാണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ സത്യാനന്തര കാലം എന്ന് പറയുന്നതേ അതൊരു പ്രത്യേക കാലഘട്ടത്തിന് പേരിടുന്നതാണ്. ഭൂമി പരന്നതാണ് എന്ന സത്യമുള്ളൊരു കാലം ഉണ്ടായിരുന്നില്ലേ? അതെ. അത് കഴിഞ്ഞ് ഭൂമി ഉരുണ്ടതായ ഒരു കാലം വന്നു. അത് സത്യാനന്തര കാലമാണോ? അതായത് ഇതൊരു പ്രത്യേക ഘട്ടത്തിലുണ്ടാവുന്നില്ല. സത്യം എന്ന് പറയുന്നതിനെ ഒരു കോൺസ്റ്റൻ്റായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ചലനങ്ങളില്ലുണ്ടാവും. അങ്ങനത്തെ ഒരു കോൺസ്റ്റൻ്റ് ഇല്ല. പക്ഷേ ഓരോ കാലത്തും അതുണ്ട്. പക്ഷെ അത് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അതായത് ഇനി വീണ്ടും നമ്മൾ സങ്കല്പിക്കുക, ഭൂമി പരന്നതാണെന്ന് നമുക്ക് ഇനിയും ചിലപ്പോൾ തെളിയാം, ഒരു സാധ്യതയാണ്. അങ്ങനെ തെളിയുമ്പോൾ ഭൂമി ഉരുണ്ടതാണെന്നും ഈ സോളാർ സിസ്റ്റത്തെക്കുറിച്ച് നമ്മൾ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ നമ്മൾ മാറ്റും. പക്ഷേ ഈ ഉരുണ്ടതാണ് ഭൂമി എന്ന് സങ്കല്പിക്കുന്നതിന് മുമ്പുള്ള പരന്ന ഭൂമിയിലുള്ള വിശ്വാസമായിരിക്കില്ല ആ സത്യം. രണ്ടും ഒന്നല്ല. അതായത് ഭൂമി പരന്നതാണെന്നുള്ള സത്യത്തിൽ നിന്ന് ഭൂമി ഉരുണ്ടതാണെന്ന സത്യത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഭൂമി ഉരുണ്ടതാണെന്ന് ഉണ്ടായിരുന്ന ഒരു സത്യത്തെ പാടെ നിഷേധിച്ചുകൊണ്ട് കംപ്ലീറ്റ് ഇറേസ് ചെയ്തുകൊണ്ട് സാധ്യമല്ല. അപ്പം ഭൂമി പരന്നതാണെന്നൊരു വിശ്വാസം വരാം. പക്ഷേ ഭൂമി പരന്നതാണെന്ന് പറയുമ്പോഴും പഴയ പരന്നതായിരിക്കില്ല. സത്യം മാറി മാറി വരാം. അതുകൊണ്ട് സത്യം കോൺസ്റ്റൻ്റ് അല്ല. പക്ഷേ എല്ലാ കാലത്തും സത്യം എന്ന് പറഞ്ഞാൽ അതില്ലെങ്കിൽ നമുക്ക് നിൽപ്പില്ല. അതായത് ചവിട്ടി നിൽക്കാനുള്ള തറ പോകുന്ന പോലത്തെ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ ഗ്രാവിറ്റി പോകുന്ന പോലത്തെ ഒരു പ്രശ്നമുണ്ട്. അതിന് ചിലതുണ്ടാകും. പക്ഷേ അത് കോൺസ്റ്റൻ്റ് അല്ല. അത് കോൺസ്റ്റൻ്റ് അല്ല എന്നുള്ളതാണ് സയൻസ് പറയുന്നത്. അത് കോൺസ്റ്റൻ്റ് ആണെന്നാണ് മതം പറയുന്നത്. ഇതിൻ്റെ വ്യത്യാസം അതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് വ്യതിചലിക്കാൻ പറ്റില്ല. എല്ലാ ടെക്നോളജിയും നമുക്ക് മതത്തിൽ ഉപയോഗിക്കാം, പക്ഷേ മാറാൻ പറ്റില്ല. സയൻസ് അങ്ങനെയല്ല, നിങ്ങൾക്ക് മാറാം അല്ലേ? ഇപ്പം ന്യൂട്ടോണിയൻ ഫിസിക്സ് മാറിപ്പോകുന്നു. അത് എന്നാ ഒരേ സമയത്ത് ബൈപ്പോളർ എന്നൊക്കെ പറയുന്ന പോലെ മാറി നിൽക്കാം, ക്വാണ്ടമാണ് എന്നൊക്കെ പറയുന്ന രീതിയിൽ സാധനം മാറാം. അതും അന്തിമമല്ലല്ലോ. സയൻസിൽ അന്തിമ വാക്കുകളേ ഇല്ലല്ലോ. അത് എപ്പോഴും തുറന്നുകൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ സയൻസിൻ്റെ സത്യങ്ങൾ എപ്പോഴും മാറാം. സത്യമില്ല എന്നല്ലല്ലോ, സത്യങ്ങൾ എപ്പോഴും മാറാവുന്ന, അങ്ങനെ വേവി ആയിരിക്കുന്ന, എപ്പോഴും ഡൈനാമിക് ആയിരിക്കുന്ന, മാറാവുന്ന ഒന്നായിട്ട് സത്യത്തെ കാണുകയാണെങ്കിൽ കുഴപ്പമില്ല. സത്യാനന്തരം എന്ന് നമ്മൾ പറയുന്നത് അങ്ങനെ ഒരു സയൻറ്റിഫിക് വേൾഡിനെ വെച്ചിട്ടുണ്ടല്ലോ. സത്യാനന്തരം എന്ന് പറയുന്നത് നമ്മൾ ഭാഷയിൽ അല്ലെങ്കിൽ നമ്മൾ സംസ്കാരത്തിൽ പറയുന്ന സത്യമെന്ന് വിചാരിച്ചിരുന്ന ആ സാധനങ്ങൾ പോയി പോകുന്നതാണ്. അത് പല പല സംഗതികൾ വരും. ഇപ്പോൾ ഉദാഹരണത്തിന് അന്ധനാനയെ കണ്ടു എന്ന് പറഞ്ഞിട്ടുള്ളൊരു കഥയുണ്ടല്ലോ, തൂണ് പോലെ മുറം പോലെ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ അതിനെ കൽപ്പിക്കുന്നൊരു അർത്ഥം എന്ന് പറയുന്നത് കണ്ണ് കാണുന്ന ആളെ സംബന്ധിച്ച് ആന എന്നുള്ള സത്യത്തെ അറിയാം. കണ്ണ് കാണാത്ത ഒരാളെ സംബന്ധിച്ച് ആന എന്ന് പറയുന്നത് തൂണ് പോലെ മുറം പോലെ പാർഷ്യലായ ഒരറിവാണെന്നാണ്. വാസ്തവമല്ല. കണ്ണ് കാണുന്ന ആളെ സംബന്ധിച്ച് ആന എന്ന് പറയുന്നതിൻ്റെ നമ്മുടെ കണ്ണിൻ്റെ കപ്പാസിറ്റി വെച്ചിട്ട് ആനയുടെ ഏത് പ്രതലമാണോ നമ്മൾ കാണുന്നത് അവിടെ പതിക്കുന്ന വെളിച്ചം എന്താണോ അതിനെക്കുറിച്ച് ഉണ്ടാക്കുന്നൊരു ഇമേജാണ്. അത് ആനയല്ല. അത് തൂണ് പോലെ മുറം പോലെ എന്നൊക്കെ പറയുന്നത് പോലെ കണ്ണുള്ളവർ പറയുന്ന അതിനെ ആന എന്ന് പറയുന്നത്. ആന അതിനപ്പുറത്തുള്ളതാണ്. അപ്പം സത്യം എന്ന് പറയുന്നത് ആ അർത്ഥത്തിൽ നിങ്ങൾ അതൊരു ഫിലോസഫിയിലൊക്കെ പോയാൽ അതിൻ്റെ എസൻസ് എന്താണെന്നൊക്കെയുള്ളത് എനിക്ക് ചോദിച്ചു പോകും. അങ്ങനെ കാണുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാവും. ചില മറിച്ച് ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് നുണകൾ കൊണ്ട് നെറേറ്റീവ്സ് കൊണ്ട്, അത് ഭാഷയുടെ നേരത്തെ പറഞ്ഞ നുണയാണ്, ആ നെറേറ്റീവ്സ് കൊണ്ട്
നിങ്ങൾക്ക് ഒരു കാര്യത്തെ ഉണ്ടാക്കിയെടുക്കാം. ഫിലിം സ്ക്രീനിൽ പ്രൊജക്റ്റ് ചെയ്യുന്നതിന് പകരം ശൂന്യതയിൽ നിങ്ങൾക്ക് പല ഭാഗത്തുനിന്ന് പ്രൊജക്റ്റ് ചെയ്തൊന്നും ഉണ്ടാക്കിയെടുക്കുന്നതിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നില്ലേ. അതുപോലെ നമുക്ക് ഭാഷ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം. അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ബുദ്ധിമുട്ട്. ക്വസ്റ്റ്യൻ ചെയ്യുക എന്നുള്ളതല്ല, അതിനൊരു പ്രശ്നം വരുന്നത് അങ്ങനെ ഒരു ആശയം വരികയാണെങ്കിൽ നിങ്ങൾക്ക് അതിനോട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റാത്ത, അതിനെ അവഗണിക്കാൻ പറ്റില്ല. അത് നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, അപ്പം മതത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല, അതുകൊണ്ട് മതം ഇല്ലാണ്ടാവുന്നില്ല. ദൈവത്തിൽ ഞാൻ വിശ്വസിക്കില്ല, അതെൻ്റെ വിശ്വാസം മാത്രമാണ്. അതെൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ ഒരാൾ വിശ്വസിക്കുന്നത് പോലെ തന്നെയുള്ളൊരു വിശ്വാസമാണ്. വേറെ ഒരു അടിസ്ഥാനവും ഇല്ല അതിന്. അതായത് ദൈവത്തിൽ വിശ്വസിക്കാത്തതുകൊണ്ട് ഞാൻ സയൻറ്റിഫിക് ആവുകയും ദൈവത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ട് ഒരാൾ അൺസയൻറ്റിഫിക്, അങ്ങനെയല്ല. രണ്ടും വിശ്വാസമാണ്, ഒരേപോലെയുള്ള വിശ്വാസം. ഒന്ന് പ്ലസ് ആണ്, ഒന്ന് മൈനസ് ആണെന്ന് പറയുന്ന വ്യത്യാസമുള്ളൂ. അപ്പോൾ ആ തരത്തിലാണ് അതിനെ ഞാൻ കാണുന്നത്. കാര്യം സയൻസിന് ട്രൂത്ത് എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ട്രൂത്ത് ഇല്ല. കാര്യം നമ്മളിപ്പോഴും ഭൂമിക്ക് പുറത്ത് ജീവജാലങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. അത് വിശ്വാസമാണ്, അത് പ്രൂവ് ചെയ്യുന്നതുവരെ. ഓക്കെ, അപ്പം അത് ടെൻ ടു ബി, അങ്ങോട്ടാണത് ചായുന്നത് എന്നാണ് സങ്കല്പിക്കുന്നത്. അത് നമ്മളുടെ അസംഷനാണ്, അതൊരു നല്ല അസംഷനാണ്. സർ, ഇപ്പം പറഞ്ഞതുമായിട്ട് കണക്ട് ചെയ്ത് ചോദിക്കുകയാണ്, ഈ അനുഭവജ്ഞാനം എന്ന് പറയുന്ന ഈ ഒരു ആശയം അത് എന്തെങ്കിലും AI കൈവരിക്കുമോ? അതായത് ഇപ്പോൾ പ്രത്യേക അവസ്ഥയിൽ ഇന്നതുപോലെ പെരുമാറുന്നു മനുഷ്യൻ എന്ന് പറയുന്ന ആ ഒരു കമാൻഡ് ഇപ്പോൾ AIക്ക് കൊടുക്കുകയാണെങ്കിൽ, അതായത് അതിൻ്റെ സാധ്യതകൾ ഉൾപ്പെടെ ഇങ്ങനെ പ്രതികരിക്കും, ഒരുപക്ഷെ ചിരിക്കുമ്പോൾ സന്തോഷം വരുമ്പോൾ ഒരുപക്ഷെ കരഞ്ഞെന്നിരിക്കും, അങ്ങനെയുള്ള കമാൻഡുകളൊക്കെ AIക്ക് കൊടുക്കുകയാണെങ്കിൽ ഒരു അനുഭവജ്ഞാനം അതിന് സിദ്ധിക്കുകയാണ്. അതിലൂടെ ഒരുപക്ഷെ AI ഒരു EQയിലേക്ക്, ഇമോഷണൽ ക്വാഷ്യൻറ്റ് നേടിയെടുക്കുന്ന ഒരു സാധ്യത തെളിഞ്ഞു വരാനുള്ള. നമ്മൾ ഈ ഇമോഷൻസിനെ കുറിച്ചിട്ട് ആലോചിക്കുമ്പോഴേ നമുക്ക് 4-5 ഭാവങ്ങളുണ്ട്, അല്ലെങ്കിൽ 8 ഭാവങ്ങളുണ്ട്. സങ്കടം, സന്തോഷം, ദേഷ്യം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതൊരു തരം അബ്സ്ട്രാക്റ്റിംഗ് ആണ്. കാര്യം വെച്ചാൽ ഒരു പൂച്ചയെ, നമ്മൾ വളർത്തുന്ന പൂച്ചയ്ക്ക് സങ്കടമുണ്ട്, സന്തോഷമുണ്ട് എന്നൊക്കെ നമ്മൾ ആരോപിക്കുന്നതാണ്. ഓക്കെ, അതിന് ഇമോഷൻസ് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. ആ ഇമോഷൻസിനെ അല്ല നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ആ ഇമോഷൻസിനെ നമ്മളെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ അതിനെ റീഡ് ചെയ്യാണ്. അതിന് സിംറ്റംസ് ഉണ്ട്. അതായത് പൂച്ച സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ ചിലപ്പോൾ പറയാം അതിൻ്റെ വാലുകൊണ്ട് ഇങ്ങനെ കാലിൽ ഉരുമുന്നുണ്ട്, അല്ലെങ്കിൽ അതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പറയും. എന്നുവെച്ചാൽ ഒട്ടും യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്തതല്ല, പക്ഷെ നമ്മൾ അതിനെ റീഡ് ചെയ്തിട്ട്, അതിനെ സ്കാൻ ചെയ്തിട്ട്, അതിൻ്റെ മൂവ്മെൻറ്റ്സിനെ സ്കാൻ ചെയ്തിട്ട് നമ്മുടെ ചില കോളങ്ങളിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ റെയിൻബോ എന്നുള്ളതിനെ 7ലേക്ക് നമ്മൾ കൊണ്ടുവരുന്ന പോലത്തെ ഒരു അബ്സ്ട്രാക്ഷൻ ഉണ്ട് അതിനകത്ത്. അത് സാധ്യമാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അബദ്ധങ്ങൾ വരാം മനുഷ്യന്. ഈ അബദ്ധങ്ങൾ എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിന് നാച്ചുറലായിട്ട് വരാവുന്നതാണോ? ഓട്ടോ കറക്ഷൻ പോലുള്ള ഒന്നല്ലല്ലോ അത്. ഓട്ടോ കറക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ വരുത്തിയ ഒരബദ്ധത്തെ അത് കറക്റ്റ് ചെയ്യുന്നതാണ്. മനുഷ്യനെ സംബന്ധിച്ച് ഓട്ടോ കറക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നോട് ക്രുദ്ധനായിട്ട് സംസാരിച്ചു, എനിക്കപ്പോഴും അങ്ങനെയാണ് തോന്നിയത്. കുറച്ച് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു അത് അബദ്ധമായിപ്പോയി. ഓക്കെ, എനിക്കത് തിരിച്ചു വരാം. അപ്പോൾ മറ്റതില്ലാണ്ടായി പോകുന്നില്ല. പാസ്റ്റിലേക്ക് നമുക്ക് ഒരിക്കലും പോകാൻ പറ്റില്ല, പക്ഷെ നമുക്ക് പാസ്റ്റിനെ തിരിച്ചു കൊണ്ടുവന്നിട്ട് വീണ്ടും പ്രോസസ്സ് ചെയ്ത് നമുക്കത് മാറ്റിയെടുക്കാം. അതുപോലെ ഒരാളുടെ മുഖം കണ്ടിട്ട് അയാൾ സന്തോഷത്തിലാണ്, അയാളുടെ രൗദ്രഭാവത്തിലാണ് എന്ന് വെച്ചാൽ കഥകളിലെ അയാളിങ്ങനെ അവതരിപ്പിക്കുമ്പോൾ ഇയാൾ രൗദ്രത്തിലാണെന്ന് പറയുന്നത് പോലെ ഈ നിങ്ങൾക്ക് മെഷറബിൾ ആയിട്ടുള്ള ഇത് കൊടുക്കുകയാണെങ്കിൽ അത് ഒരു മെഷീന് സുഖമായിട്ട് ക്യാച്ച് ചെയ്യാം. പക്ഷേ അബദ്ധത്തെ എങ്ങനെ കാണും? അതായത് കുട്ടികളൊക്കെ കണ്ടില്ലേ, ചിലപ്പോൾ വീണ് കരഞ്ഞ് അടുത്ത സെക്കൻഡ് ചിരിക്കുന്നത് കാണാം. അങ്ങനെ അപ്പോൾ എങ്ങനെയാണ് അതിനെ വാച്ച് ചെയ്യുക? നമുക്ക് തന്നെ അതിനെ വിലയിരുത്തിക്കൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ കുട്ടികളുടെ ഇമോഷൻസ് മാറ്റാൻ ചെയ്യുന്നത് അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യുകയാണ്. മറ്റൊക്കെ അതിനകത്ത് നടക്കുന്ന പ്രോസസ്സാണ് അല്ലേ. അപ്പോൾ അതിനെ റീഡ് ചെയ്യാം, പക്ഷേ എപ്പോഴും കറക്റ്റ് ആവണമെന്നില്ല. പ്രത്യേകിച്ചും നമുക്ക് ഫോൾസായിട്ടും, കള്ളം നമുക്ക് ഭാഷയിൽ മാത്രമല്ലല്ലോ, പിന്നെ നമുക്ക് അഭിനയിക്കാമല്ലോ. ഇല്ലെങ്കിൽ അഭിനയ കല തന്നെ ഇല്ലാണ്ടായി പോകില്ലേ. അപ്പോൾ അഭിനയം ഇതുപോലെ ആർട്ടിസ്റ്റിക്കായി ചെയ്യുന്നുണ്ട്, ജീവിതത്തിൽ ചെയ്യുന്ന എത്രയുണ്ട്. അപ്പോൾ അതിനെ റീഡ് ചെയ്താലോ മനുഷ്യന്മാർക്ക് പറ്റുന്ന അബദ്ധം പോലെ അതും
അബദ്ധത്തിലേക്ക് പോവില്ലേ? മനുഷ്യനത് തിരിച്ചറിയാം ഇത് കള്ളമാണ് ഇവൻ കളിക്കുന്നത് എന്ന്. അത്ര ലെവലിലേക്ക് പോകുമോ എന്നാണ് ചോദിക്കുന്നത്. മറ്റേ ടെർമിനേറ്റർ സീരീസിൽ ഈ ശ്വാസനഗർ ചോദിക്കുന്നുണ്ട് പയ്യനുമായിട്ടുള്ള ഇതിനകത്തെ. പയ്യൻ എന്തോന്ന് ഒരു സംഭവം വന്നപ്പോൾ അമ്മയെ കാണാൻ എന്തോന്നിനെ കരയാണ്. ദിസ് ഈസ് വാട്ട് ഐ കാണ്ട്, എനിക്ക് ഇമോഷനാണ് എനിക്ക് പറ്റാത്തത് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഇമോഷനാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. കണ്ണീരാണ്, ദുഃഖമാണ് എന്നൊക്കെ ഈ മെഷീൻ ക്രിയേറ്റഡ് ആണെങ്കിലും ആ മെഷീൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നു അല്ലേ. തിരിച്ച് എന്തിരന് ഈ മെഷീന് ഇവളോട് പ്രണയം തോന്നുന്നു. അത് ഇന്ത്യൻ പാരമ്പര്യവും വെസ്റ്റേൺ പാരമ്പര്യവും തമ്മിലുള്ള വ്യത്യാസമാണ്. അവർക്ക് മെഷീൻ എന്ന് പറഞ്ഞാൽ പക്ക മെഷീനാണ്, നമുക്ക് മെഷീൻ എന്ന് പറഞ്ഞാൽ ആളാണ്. അതുകൊണ്ട് നമുക്ക് ജാതക കഥകൾ, മറ്റേ പഞ്ചതന്ത്രം കഥകൾ, എല്ലാ ജീവികളും നമുക്ക് മനുഷ്യരാണ്. അതാണ് അതിൻ്റെ ഒരു കാര്യം. മറ്റവർക്ക് അങ്ങനെയല്ല. ആ തരത്തിലുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ റീഡ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഒരുപക്ഷെ നമ്മൾ കൗൺസിലിംഗ് എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒരു മെഷീൻ ചെയ്യാൻ പറ്റുമായിരിക്കും. കാര്യം നമ്മൾ അങ്ങോട്ട് എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ അത് ക്യാച്ച് ചെയ്തിട്ട് ഇന്നതാണ് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞിട്ട് തിരിച്ച് ചെയ്യാൻ പറ്റുമായിരിക്കും. അതിനപ്പുറത്തേക്ക് ഒരു പങ്കാളിയായിട്ട്, ഒരു സുഹൃത്തായിട്ടോ ശത്രുവായിട്ടോ ഒക്കെ ഒരു മെഷീൻ മനുഷ്യർ ഇടപെടുന്നൊരു എനിക്കങ്ങനെ പെട്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ സാധ്യത വരുന്നത്. ഹെർ എന്നൊരു സിനിമയുണ്ട്, ജോക്കൻ ഫിനിക്സ് ഒക്കെ അഭിനയിച്ച സിനിമയാണ്. അതിൽ ഇപ്പോൾ സാറ് പറഞ്ഞു വന്ന ശകലത്തിനോട് ചേർന്നാണ് അതിൻ്റെ കഥാതന്തു. ഒരു ഉട്ടോപ്യൻ ലോകത്ത് മനുഷ്യർക്ക് ഒരു പങ്കാളി എന്ന പോലെ ഒരു AI-യുടെ ഇടപെടൽ വരുന്നു. പക്ഷെ അവിടെ സംഭവിക്കുന്നത് ഇപ്പോൾ ഒരു സുഹൃത്ത് എന്ന പോലെ, ഒരു കാമുകി എന്ന പോലെ ഒക്കെ മനുഷ്യരോടൊപ്പം ഇത് ഇടപഴകുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു യൂണിഫോമിറ്റിയിലേക്ക് എല്ലാവർക്കും ഇതേ ഒരു സാഹചര്യത്തിൽ ഒരേപോലെ ഇടപെടുന്ന, ഒരേപോലെ ആശ്വാസം പകരുന്ന ഒരു യൂണിഫോം മുഖമുള്ള AI എന്നുള്ളതാണ് അവിടെ വരുന്നൊരാശയം. അതിനെ കഥാനായകന് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അതൊരു വിശ്വാസ്യതയുടെ അല്ലെങ്കിൽ ഒരു പ്രശ്നമായിട്ട് അവിടെ മാറുന്നു. എങ്ങനെയാണ് ഈ ഒരു തങ്ങളോട് വിശ്വാസ്യത പുലർത്തണം അങ്ങനെയൊക്കെയുള്ള ചട്ടക്കൂടുകളെ AI സമീപിക്കുന്നത്? വിശ്വാസ്യത കൾച്ചറലാണല്ലോ. അതായത് ഉദാഹരണത്തിന് 2 ഭാര്യമാരെ വെക്കാം ഒരു ഭർത്താവിന്, അല്ലെങ്കിൽ ഒരു ഭാര്യയ്ക്ക് 2 ഭർത്താവിനെ അറ്റ് എ ടൈം വെക്കാം എന്ന് പ്രാക്ടീസുള്ള ഒരു സ്ഥലത്തുള്ള വിശ്വാസ്യതയല്ലല്ലോ ഒരു ഭാര്യയും ഒരു ഭർത്താവും മാത്രമേ പാടുള്ളൂ എന്നുള്ള ഒരു സൊസൈറ്റി ഉണ്ടാകുന്നത്. അപ്പം അതിനൊരു യൂണിവേഴ്സലായിട്ടുള്ളൊരു നിയമമില്ല. ഇതൊക്കെ കൾച്ചറലായിട്ട് വരുന്ന ഒന്നാണ്. അത് തൽക്കാലം അത് വളരെ പ്രബലമാണ്, അത് നടക്കുന്നു. മറിച്ച് യൂണിവേഴ്സലായിട്ട് അങ്ങനെ ഒരു സാധനമില്ല. ഈ പറയുന്ന പോലെ കൾച്ചർ സ്പെസിഫിക് ആയിട്ട് AI ഉണ്ടാക്കേണ്ടി വരും. ഒരു ഗോത്രവർഗത്തിൽ പിന്നെ പോളിഗമിയൊക്കെ സാധ്യമാണെങ്കിൽ അവിടെ അങ്ങനത്തെ ഒരു AIക്കും വേണ്ടി വരിക. അത് വേറൊരു സൊസൈറ്റിയിൽ അത് പറ്റില്ല എന്നുള്ളത് എനിക്ക് അത് അത്ര എളുപ്പമല്ല. കാര്യം വെച്ചാൽ AI ഇതിനെയൊക്കെ മനസ്സിലാക്കിയിട്ട് ബിഹേവ് ചെയ്യുന്നു. നമ്മളെ സംബന്ധിച്ച് ആ മനസ്സിലാക്കുന്നതിന് നമ്മളെ മാറ്റുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ AC-യുടെ ടെമ്പറേച്ചർ ഇത്രയാണ് എന്നുള്ളത് ഇതിനകത്ത് ഒരു മെഷീനും മനസ്സിലാക്കാം. നമ്മളത് മനസ്സിലാക്കുന്നത് ടെമ്പറേച്ചറിൻ്റെ ലെവൽ എത്രയാണെന്ന് നോക്കിയിട്ടല്ല, മറിച്ച് നമ്മുടെ സെൽസിന് അത് ഫീൽ ചെയ്യുന്നു. നമുക്ക് തണുക്കുന്നു അല്ലെങ്കിൽ വേർക്കുന്നു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത് റിയാക്ട് ചെയ്യുന്ന ഒന്നാണ്. ഇങ്ങനെ ഓരോ ഫാക്ടറിനെ എടുത്തു നോക്കുകയാണെങ്കിൽ, അതായത് നമ്മളൊരു ഗ്രാഫിൽ X and Y ആക്സിസ് എന്ന് പറയുന്നില്ലേ, അതിനെ 360 ഡിഗ്രിയിലേക്ക് മാറ്റിയാലോ ഒരു ഇതിനകത്ത്. ഇപ്പോൾ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇതുപോലെ 360 സ്ക്വയർ ഡിഗ്രിയിൽ ഇൻറ്ററാക്ട് ചെയ്യുന്ന, എല്ലാം കൂടി ഇൻറ്ററാക്ട് ചെയ്യുന്ന ഒരു പോയിന്റിനെ നമ്മളെ പറയുന്നത്. അപ്പോൾ ഈ ഓരോ ലൈനും നമ്മളെ സ്വാധീനിക്കുന്നു എന്ന് സങ്കല്പിക്കുകയാണെങ്കിൽ, ഒരു ലിവിങ് നമ്മളും സ്റ്റാറ്റിക് അല്ലല്ലോ, മാറിക്കൊണ്ടേയിരിക്കുകയാണല്ലോ. അങ്ങനെ രീതിയിൽ സങ്കല്പിക്കുകയാണെങ്കിൽ അതൊരു വല്ലാത്ത പ്രതിഭാസമാണ്. ആ ലെവലിലേക്ക് ഒക്കെ ഒരു AIക്ക് പോകുക എന്നൊക്കെ പറയുന്നത് ഈ അടുത്ത കാലത്തൊന്നും സാധ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അങ്ങനെ വരുമായിരിക്കാം, ഒരു പക്ഷേ തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് സമീപഭാവിയിലൊന്നും ഉണ്ടാവും തോന്നുന്നില്ല. കാരണം അതിൻ്റെ നമ്മളൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നമ്മൾ നിൽക്കുന്ന ഈ സറൗണ്ടിങ്സിനെ മൊത്തം എടുത്ത് നോക്കുകയാണെങ്കിൽ, അത് ഈ പഴയ വിശ്വാസികൾ പറയുന്ന പോലെ ആകാശത്തുള്ളൊരു നക്ഷത്രം ചൊവ്വാഗ്രഹം വന്നിട്ട് കല്യാണം മുടക്കുന്നു എന്നൊക്കെ പറയുന്ന പോലില്ലേ, അതിൻ്റെ ആ പാർട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ അതിനകത്തുള്ള ഒരു റേ ഉണ്ടെങ്കിൽ ആ റേ കൂടി
വളരെ മൈക്രോ സെൻസിൽ ഇപ്പം അൾട്രാ വയലറ്റ് എന്ന് പറയുന്ന ഒരു കിരണം ഉണ്ടെങ്കിൽ അത് മാറിയില്ലേ ആ അർത്ഥത്തിൽ, ഫിസിക്കലായിട്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ എടുത്തു നോക്കുന്ന അതിനെ ഫുൾ മാഗ്നിറ്റ്യൂഡിൽ കാണുമ്പോൾ ഒരു മെഷീന് അതിനെ പഠിച്ചെത്താൻ ഇനി ഒരുപാട് സമയം എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു. സർ, ഭാഷ എന്നുള്ള ആ മേഖലയിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. ഇപ്പോൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ പോലെയുള്ള സങ്കേതങ്ങളൊക്കെ സ്വാധീനിക്കുന്നുണ്ട്. അവിടെ പരിഭാഷകളുടെ സ്ഥാനം എവിടെയാണ്? അതായത് എഴുത്തുകാരന് മുകളിൽ പരിഭാഷകൻ എത്തി നിൽക്കുന്ന ഒരവസ്ഥകൾ വരെയുണ്ട്. അവിടെ ഈ AI സ്വാധീനം, ഗൂഗിൾ ട്രാൻസ്ലേറ്റർ പോലെയുള്ള സങ്കേതങ്ങളുടെ ഒരു ഇടപെടൽ എങ്ങനെയാണ് സാഹിത്യത്തെ പുനർക്രമീകരണം ചെയ്യുന്നത്? അത് ട്രാൻസ്ലേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ലിറ്ററേച്ചർ അല്ലാത്ത പല ട്രാൻസ്ലേഷനും അത് നിൽക്കും. അതിൽ തന്നെയും ചില പ്രശ്നങ്ങൾ. ലിറ്ററേച്ചർ അല്ലാത്ത കോടതിയിലുള്ളൊരു കേസ്, അതിൻ്റെ ട്രാൻസ്ലേഷനകത്ത് ചിലപ്പോൾ ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വലിയ വിപത്തുകളുണ്ടാകും. ബേസിക്കലി കോടതിയിലുള്ളതൊക്കെ ഈ നെറേറ്റീവ്സ് ഉണ്ടാക്കലാണല്ലോ. ഒരു സംഭവത്തെ അതിൻ്റെ ഒരു നെറേറ്റീവ് കാര്യകാരണ സഹിതങ്ങൾ വെച്ച് വസ്തുനിഷ്ഠമായ തെളിവുകൾ വെച്ചിട്ട് നെറേറ്റ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിൽ ബ്രേക്ക് ചെയ്താൽ കേസ് പൊട്ടിപ്പോകും. അപ്പം നമ്മൾ ഇംഗ്ലീഷുണ്ടായിരുന്ന ഒരു കേസ് വിധി അതിൻ്റെ ട്രാൻസ്ലേഷനെ വിശ്വസിച്ചുകൊണ്ട് ചിലപ്പോൾ പോകാൻ പറ്റില്ല. കാര്യം അത് വർക്ക് ചെയ്യില്ല ചിലപ്പം. അതുപോലെ ചില മേഖലകളുണ്ട്. ഇപ്പം ATVയിൽ പോകുമ്പോൾ നമുക്ക് ആ പ്രശ്നമില്ല, ഇംഗ്ലീഷിലും എടുക്കാം മലയാളത്തിലും എടുക്കാം. അങ്ങനെ പല ആവശ്യങ്ങൾക്കും മെനുവിന് അത് പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെ പലയിടത്തും അത് പ്രശ്നമില്ല. ലിറ്ററേച്ചറിനകത്ത് വരുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു ചോദ്യമാണ്. നമുക്ക് പദങ്ങളെ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റുമോ? അതായത് നിലവിലുള്ള മലയാളത്തിലെ എല്ലാ പദങ്ങളും നമുക്കറിയില്ല. മലയാളത്തിലെ എല്ലാ പദങ്ങളും റെക്കോർഡ് ചെയ്തൊരു ഡിക്ഷണറി ഉണ്ടെന്ന് വിചാരിച്ചോ, ആ ഡിക്ഷണറി കൊണ്ട് മാത്രമാണോ നമ്മൾ ജീവിക്കുന്നത്? നമ്മളുടെ പുതിയ ഒരു സംഗതി വരുമ്പോൾ നമ്മൾ ഇപ്പം മിക്കവാറും നമ്മൾ പദങ്ങൾ കമ്പൈൻ ചെയ്ത് ഉണ്ടാക്കിയെടുക്കുക ചെയ്യുന്നു. അങ്ങനത്തെ ഒരു സാധ്യത ഇപ്പം മനഃഖകം എന്ന് പറയുന്നൊരു വാക്ക്, മനപ്പറവ വേറൊരു വാക്ക്. ഇപ്പം മനപ്പറവയാണോ നല്ലത്, മനഃഖകമാണോ നല്ലത്? ഇത് ഒരു ചോയ്സ് ഉണ്ട് ഇതിനകത്ത്. AIക്ക് അങ്ങനെ ചോയ്സ് ഉണ്ടാവുമോ? അതായത് ഇതിനകത്ത് നിങ്ങൾക്കത് പറഞ്ഞാൽ എനിക്കത് വേണ്ട. അപ്പോൾ അപ്പോഴും കമാൻഡിങ് പൊസിഷനിൽ ഈ റിസീവർ എൻഡിലുള്ള ആളല്ലേ പറയുന്നത്, അതല്ല എനിക്ക് വേണ്ടത്, കുറച്ചൊരു ബെറ്ററായ, കുറച്ചൊരു സ്മൂത്തായ എന്നൊക്കെ നമുക്കതിന് പുതിയ പുതിയ ചോയ്സ് എടുക്കാം. മനുഷ്യന്മാരങ്ങനെയല്ല. അപ്പോൾ രസകരമായ ഒന്ന് നോക്കുകയാണെങ്കിൽ മനുഷ്യന്മാരുടെ പേരിലെടുത്ത് നോക്കുക. ഒരു കാലത്തുണ്ടായിരുന്ന പേരുകളൊക്കെ പോയി. ഇപ്പോൾ പുതിയ പുതിയ പേരുകൾ വന്നു. പലതും ആളുകളിങ്ങനെ ഒരിടത്ത് കേട്ടിട്ട് വീണ്ടും വിടുന്നുണ്ട്. പക്ഷെ പലതും പുതിയൊരു ക്രിയേറ്റീവ് വരുന്നതാണ്. അത് എളുപ്പമാണ്. കാര്യം വെച്ചാൽ പേരിന് അർത്ഥം ആവശ്യമില്ലല്ലോ. ഒരാളെ ഡിനോട്ട് ചെയ്യുന്നുണ്ടോ എന്ന് അയാൾ ചുറ്റുവട്ടത്തുള്ള സൊസൈറ്റി അംഗീകരിച്ചാൽ പേരായി. അതുകൊണ്ടാണ് നിക് നെയിം കൂടി വരുന്നത്. അപ്പോൾ അങ്ങനെ മതി. പക്ഷെ അതിനകത്ത് വന്ന മാറ്റങ്ങൾ എത്രയാണ്? എല്ലാ തരത്തിലും എല്ലാ ജാതി മത വിഭാഗത്തിൽപ്പെട്ട ആളുകൾ എടുത്തു നോക്കിയാൽ പേരുകൾ ഭയങ്കര ക്രിയേറ്റീവാണെന്ന് പറയാം അർത്ഥത്തിൽ. അതും AIക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അതായത് നമുക്ക് പുതിയ പുതിയ വാക്കുണ്ടാക്കണം. അതെന്താ കാരണം? പഴയത് പോരാ, നമുക്ക് നവീകരിക്കണം, നമുക്ക് പുതുതായിരിക്കണം, നോവൽറ്റി വേണം എന്നൊക്കെ പറയുന്ന രീതിയിൽ നമ്മൾ പോകുന്നല്ലേ. ആ അർത്ഥത്തിൽ പദങ്ങളെ ഉണ്ടാക്കാനുള്ള ഒരു ശേഷി അത് ഉണ്ടാക്കിയാൽ മാത്രം ഒരു അംഗീകരിക്കാൻ വേണ്ടേ? അങ്ങനെയാണ് ബഷീറൊക്കെ ഉപയോഗിക്കുന്ന വെറും ശബ്ദങ്ങൾ, ഒച്ചകൾ. അത്തരം ഒച്ച ആ ഒരു പ്രത്യേക കോണ്ടെക്സ്റ്റിൽ വരുമ്പോൾ നമുക്കതിൻ്റെ അർത്ഥം മനസ്സിലാകണം. അതിനൊരു വേറൊരു എന്താണ് വേർഡ് നെറ്റ് വേണ്ട. ഇതിലൊക്കെ ആണെങ്കിൽ അങ്ങനെയാണല്ലോ നമ്മൾ വേർഡും അതിൻ്റെ സറൗണ്ടിങ്സായ മറ്റ് വേർഡുകൾ, അതിൻ്റെ ഒരു മീനിങ്സിൻ്റെയൊക്കെ ഒരു ലോകം, അവ തമ്മിലുള്ള ബന്ധം, ഇതൊക്കെ വെച്ചിട്ടാണല്ലോ സെലക്ട് ചെയ്യുന്നത്. അതിന് വേർഡ് നെറ്റ് ഇല്ലല്ലോ. വേർഡ് നെറ്റ് ഇല്ലെങ്കിലും നമുക്കത് വായിക്കാമല്ലോ, വായിക്കുകയും ചെയ്യാം. നമുക്കത് വേറൊരു ഭാഷയിൽ ഇതിന് സമാനമായ ഒന്നിലേക്ക് കൊണ്ടുവരാൻ പറ്റും. AIക്ക് അത് പറ്റുമോ? ഞാനെപ്പോഴും ഇതാണ് ചോദിക്കുന്നത്, മിസ്റ്റേക്സും നോൺസെൻസും എന്ന് പറയുന്നത്. സെൻസിനെ സെൻസിനെ നമുക്ക് പിടിക്കാം, കാരണം അതിന് ലോജിക്കുണ്ട്. നോൺസെൻസിനെ നിങ്ങൾ എങ്ങനെ പിടിക്കും? നോൺസെൻസ് ഇല്ലാതെ സെൻസ് ഉണ്ടോ? സെൻസ് ഇറ്റ് സെൽഫ്, സെൻസ് എന്ന് പറയുന്നത് നിൽക്കണമെങ്കിൽ എന്ത് വേണം? അപ്പുറത്തൊരു നോൺസെൻസ് എന്ന് പറഞ്ഞൊരു സാധനത്തെ നമ്മൾ സങ്കല്പിക്കണം അല്ലേ. മനുഷ്യ ജീവിതത്തിൽ നോൺസെൻസും സെൻസ് പോലെ തന്നെ വളരെ പ്രധാനമാണ്. അത് ഉപേക്ഷിക്കേണ്ട ഒരു സാധനമല്ല, അതുകൂടിയാണ് ജീവിതം. അപ്പോൾ ഈ നോൺസെൻസിനെ
ഇല്ലോജിക് ആയ സാധനങ്ങളെ എങ്ങനെയാണ് നിങ്ങൾ ഈ ലോജിക്ക് കൊണ്ട്, ഇതൊക്കെ ലോജിക്കിൽ വർക്ക് ചെയ്യുന്നല്ലേ, മനുഷ്യൻ ലോജിക്കിൽ മാത്രമല്ല വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ലോജിക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇല്ലോജിക്കിനെ പിടിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമല്ലേ, അവിടെ പരാജയപ്പെടും. അങ്ങനെയാണെങ്കിൽ ലോജിക്ക് കൊണ്ട് ഇല്ലോജിക്കിനെ പിടിക്കാൻ പറ്റുമെങ്കിൽ ദൈവമൊക്കെ ഏതോ കാലത്ത് ഇല്ലാണ്ടായിപ്പോണ്ടായിരുന്നു. അപ്പോൾ അത് പിടിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അത് വിശ്വാസമാണ്, അതിന് ലോജിക്കില്ല, വിശ്വാസത്തിൻ്റെ ലോജിക്കേ ഉള്ളൂ. അപ്പം രസമുള്ളൊരു സംഭവം പറയാം. പഴയ ലെൻസ്മാൻ എന്നൊക്കെ പറഞ്ഞിട്ടൊരു റെഡിമെയ്ഡ് ഷർട്ട് ഉണ്ടായിരുന്നു, ചിലപ്പം കണ്ടിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ അത് വരുന്നതിനെ കുറിച്ച് പറഞ്ഞതെന്ന് വെച്ചാൽ അയാളൊരു സ്റ്റുഡിയോ നടത്തുന്ന ആളാണ്. അപ്പോൾ അയാൾ അന്ന് മാനുവൽ പ്രോസസ്സിംഗ് ആണ്. മാനുവൽ പ്രോസസ്സിംഗ് ഫിലിം പ്രോസസ്സ് ചെയ്യാനുള്ള ഹൈപ്പോ എന്നൊക്കെ പറയുന്ന ഒരു കെമിക്കലുണ്ട്. ആ കെമിക്കൽ അബദ്ധത്തിൽ തട്ടിയിട്ട് അയാൾ ധരിച്ച ഷർട്ടിലേക്ക് വീണു. ഷർട്ടിലേക്ക് വീണപ്പോൾ അപ്പോൾ അയാൾക്കത് മാറ്റാൻ പറ്റില്ല, അയാൾ ഷോപ്പിലല്ലേ. അപ്പോൾ അയാളത് കൊണ്ട് കഴുകി കഴിഞ്ഞ് നോക്കുമ്പോൾ അത് ഡൈ ചെയ്ത പോലെ, ഒരു പ്ലെയിൻ കളറിൽ ഒരു വാരി എറിഞ്ഞതുപോലെയുള്ള ഡൈ ചെയ്തതായി. വേറെ ആവശ്യത്തിന് അയാൾ വീട്ടിലതിട്ട് നിൽക്കുന്നപ്പോൾ ഒരാൾ വന്ന് ചോദിച്ചു, ഇത് നല്ല ഭംഗിയുണ്ടല്ലോ, ഇത് ആരാ ഡിസൈൻ ചെയ്തതെന്ന് ചോദിച്ചു. അയാൾ ലെൻസ്മാൻ പറയുന്നത് ഈ സ്പൺ സിംഗിൾ കളർ കുറച്ചൊരു കട്ടിയുള്ള സ്പണ്ണ് ഉപയോഗിക്കുന്ന അങ്ങനത്തെ തുണിയാണ്. അതിനകത്ത് ഹൈപ്പോ സ്പ്രേ ചെയ്തിട്ടാണ് ഡിസൈൻസ് മുഴുവൻ ഉണ്ടാക്കിയത്. അപ്പോൾ ഒരു അബദ്ധം എന്ന് പറയുന്നത് അങ്ങനെ വരാം, അബദ്ധത്തെ തള്ളിക്കളയാൻ പറ്റില്ല അല്ലേ. ഇപ്പം ഈ വെള്ളത്തിൽ നിറച്ച തൊട്ടിയിൽ ഇറങ്ങി വന്നപ്പോൾ വെള്ളം പുറത്തു പോകുന്നു. ആ കഥയിൽ അങ്ങനെ വെള്ളം പുറത്തു പോകരുത്, ഇതിൻ്റെ ലാസ്റ്റ് ബാത്താണ് എന്നുള്ള തോന്നലുള്ളത് കൊണ്ടാണ് അയാൾ ആ വെള്ളം ഫുള്ളാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇല്ലെങ്കിൽ ഈ കഥയും ഇല്ല, ഒരു പക്ഷേ ആ സംഗതിയില്ല. അതൊരു മിസ്റ്റേക്കാണ് ഒരർത്ഥത്തിൽ. ഇങ്ങനെ മിസ്റ്റേക്സ് എന്ന് പറയുന്നത് എല്ലായിടത്തും മിസ്റ്റേക്സ് അല്ല. മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യപ്പെടുന്നത് ഒരു തരത്തിൽ ഇന്നോവേഷനാണ്. മിസ്റ്റേക്സ് ഇറ്റ് സെൽഫ് ഒരു ക്രിയേറ്റീവായ കോൺട്രിബ്യൂഷൻ ആകാം ചിലയിടങ്ങളിൽ. അപ്പോൾ അതുകൂടി ചേർന്നതാണ് മനുഷ്യജീവിതം. മിസ്റ്റേക്സിനെ അംഗീകരിക്കുന്നില്ല മെഷീൻ. ഇതാണ് അതിൻ്റെ ഒരു പ്രശ്നം. ആ മിസ്റ്റേക്സിനെ എന്ന് പിടിക്കുന്നു അന്ന് ചിലപ്പം പുള്ളി ഭയങ്കരനായി പോകും. നിർമ്മിത ബുദ്ധിയുടെ കാലഘട്ടത്തിൽ ചോദ്യങ്ങളൊന്നും അവസാനിക്കുന്നില്ല. പുതിയ സാധ്യതകളുടെ, പുതിയ മാറ്റങ്ങളുടെ ലോകത്തിലേക്ക് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ടോക്ക് ഓണിൽ ഇന്ന് ഭാഷയിലെ AI അഥവാ നിർമ്മിത ബുദ്ധി എന്ന വിഷയത്തിൽ നമ്മോടൊപ്പം സംസാരിച്ചത് മലയാള വിഭാഗം പ്രൊഫസർ ഡോക്ടർ സോമനാഥൻ P ആണ്. താങ്ക് യു സർ. താങ്ക് യു. Talk on.